നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യയിൽ സർക്കാർ അധീനതയിലുള്ള വിമാന കമ്പനികൾ മാത്രം, അതായത് എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും മാത്രം സർവീസ് നടത്തിയിരുന്ന കാലഘട്ടങ്ങളിൽ സാധാരണയായി സമ്പന്നരായ വ്യക്തികളാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നത്. മറ്റുള്ള ആളുകൾ എന്തെങ്കിലും വലിയ അത്യാവശ്യം വന്നാൽ മാത്രമായിരിക്കും വിമാനത്തിൽ സഞ്ചരിക്കുക. എന്നാൽ ഇന്ന് ആ അവസ്ഥ മാറിയിരിക്കുന്നു. രാജ്യത്ത് വ്യാപകമായി സ്വകാര്യ വിമാന കമ്പനികൾ എത്തിയതോടുകൂടി എല്ലാവരും ഇപ്പോൾ വളരെ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് പതിവാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ യാത്രാ നിരക്കുകളൊക്കെ തന്നെ കുറവാണ് എന്നുള്ള സാഹചര്യത്തിൽ പലരും വിമാനത്തെ തന്നെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇന്ത്യയിൽ ഒരു ദിവസം ഏതാണ്ട് 5 ലക്ഷത്തോളം പേരാണ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്, ഇന്ത്യയിലെ മൊത്തം വിമാനത്താവളങ്ങളിലൂടെ. ഇതിൽ 60% പേർ യാത്ര ചെയ്യുന്നത് ഇൻഡിഗോ എന്ന സ്വകാര്യ വിമാന കമ്പനിയുടെ വിമാനങ്ങളിലാണ് എന്നാണ് കണക്ക്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഇൻഡിഗോയുടെ യാത്രക്കാരൊക്കെ തന്നെ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. 7 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ ഓരോരുത്തർ പല വിമാനത്താവളങ്ങളിലും പെട്ടുപോയ ഒരവസ്ഥ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ വിശദീകരണം തേടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിന് കൃത്യമായൊരു മറുപടി വിമാന കമ്പനി ഇനിയും നൽകിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ പൈലറ്റുമാരുടെ ടൈം ഷെഡ്യൂൾ സംബന്ധിച്ച് കഴിഞ്ഞ മാസം മുതൽ ചില പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ടായിരുന്നു. പൈലറ്റുമാർക്കും വിമാനത്തിലെ ജീവനക്കാർക്കും തന്നെ കൂടുതൽ വിശ്രമ സമയം അനുവദിക്കുന്ന രീതിയൊക്കെ നിലവിൽ വന്നിട്ടുണ്ട്. ഇത് പല വിമാനങ്ങളുടെയും സർവീസിനെ ഗുരുതരമായി ബാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, വിമാനത്തിലെ ക്യാബിൻ ക്രൂവിൻ്റെ എണ്ണത്തിലുണ്ടായ കുറവ് കാരണം പലരും മറ്റ് പല ഓഫറുകളും വരുമ്പോൾ മറ്റു വിമാന കമ്പനികളിലേക്ക് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന പതിവും നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ തന്നെ വളരെ പെട്ടെന്നാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എയർ ഇന്ത്യയ്ക്കും ചില സർവീസുകളിൽ ഇത്തരം പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും യാത്രക്കാർ പെരുവഴിയിലായി എന്ന് പറഞ്ഞാൽ മതി. കാരണം അത്രത്തോളം ദുരിതങ്ങളാണ് ഓരോരുത്തരും അനുഭവിച്ചത്. പലരും അത്യാവശ്യ കാര്യത്തിനായിട്ടാണ് വിമാനങ്ങളിൽ യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള ആളുകൾ വിമാനത്താവളങ്ങളിലെത്തി 7-8 മണിക്കൂർ കാത്തുകെട്ടി കിടക്കുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഇൻഡിഗോ അറിയിക്കുന്നത്, നിങ്ങൾ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചിറങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ്. കാരണം അവർ അറിയിപ്പ് നൽകാറുണ്ട്. വിമാനം വൈകുമെന്നുള്ള അറിയിപ്പ് വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് കിട്ടിയാൽ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് പോകേണ്ട കാര്യമില്ലല്ലോ. അത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പാലിക്കണമെന്നാണ് കമ്പനി ആവശ്യപ്പെടുന്നത്. ഇൻഡിഗോ, എയർ ഇന്ത്യ തുടങ്ങിയ വിമാനങ്ങളുടെ ചെക്ക് ഇൻ സംവിധാനങ്ങളും കഴിഞ്ഞ ദിവസം തകരാറിലായിരുന്നതും യാത്രക്കാരെ വലച്ചിരുന്നു. മൈക്രോസോഫ്റ്റ് ഔട്ടേജ് കാരണമാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ എയർബസ് വിമാനങ്ങൾ നിലത്തിറക്കേണ്ടി വന്നിരുന്നു. സൗരക്കാറ്റുമായി ബന്ധപ്പെട്ട് വിമാനങ്ങൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ വിമാനങ്ങൾ അടിയന്തരമായി നിലത്തിറക്കിയിരുന്നത്. അതിൻ്റെ സാങ്കേതിക തകരാറൊക്കെ തന്നെ പരിഹരിച്ചതിന് ശേഷമാണ് പിന്നെ വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചത്. ഇതും ആ ദിവസങ്ങളിലൊക്കെ തന്നെ എയർബസ് ഇനത്തിൽപ്പെട്ട വിമാനങ്ങൾ കൈവശമുള്ള വിമാന കമ്പനികളെ വല്ലാതെ ദുരിതത്തിലാഴ്ത്തിയിരുന്നു. യാത്രക്കാരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെട്ടുപോയിരുന്നു. ഏതാണ്ട് 6000-ഓളം വിമാനങ്ങളാണ് ഇത്തരത്തിൽ അന്ന് നിലത്തിറക്കേണ്ടി വന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇന്നലെ മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു തുടങ്ങിയ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ നഗരങ്ങളിൽ അവിടുത്തെ വിമാനത്താവളങ്ങളിൽ 200-ഓളം സർവീസുകളാണ് ഇൻഡിഗോയ്ക്ക് റദ്ദാക്കേണ്ടി വന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോഴുണ്ടായ ഈ പ്രതിസന്ധിയുടെ ആഴം നമുക്ക് ഊഹിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇൻഡിഗോയുടെ ഈ ബാഗേജ് മെസ്സേജിങ് സംവിധാനം തകരാറിലായി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് പല വിമാനത്താവളങ്ങളിലും ആളുകൾക്ക് അവരുടെ ബാഗേജുകൾ സമയത്തിന് കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇതെല്ലാം ആത്യന്തികമായി എത്തിച്ചത് വിമാന സർവീസുകൾ ഒന്നുകിൽ മുടങ്ങുന്നതിലേക്കോ അതല്ലെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ വൈകുന്നതിലേക്കോ ആണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച കണക്കെടുത്ത് നോക്കുമ്പോൾ ഇൻഡിഗോയുടെ 35% വിമാനങ്ങൾ മാത്രമാണ് സർവീസ് നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്ന് പറയുമ്പോൾ രാജ്യത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്ന ആഭ്യന്തര വിമാന കമ്പനി എന്ന് പറയുന്നത് ഇൻഡിഗോയാണ്. ഇൻഡിഗോ നേരത്തെ മുതൽ തന്നെ അവർ കൃത്യസമയത്തിനും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ കൃത്യതയ്ക്ക് പേരുകേട്ട ഒരു വിമാന കമ്പനി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ ഇൻഡിഗോ എന്ന ഈ വിമാന കമ്പനിയെ ആശ്രയിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം വിമാനങ്ങൾ കൈവശമുള്ള സ്വകാര്യ വിമാന കമ്പനിയും ഇൻഡിഗോ തന്നെയാണ്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ വ്യാപകമായി തന്നെയാണ് ഇൻഡിഗോയുടെ വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്. അങ്ങനെയുള്ള ഇൻഡിഗോയുടെ സാങ്കേതിക പ്രശ്നം കാരണം വിമാന സർവീസുകൾ മുടങ്ങുമ്പോൾ അത് ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് ഈ രാജ്യത്തെ നിത്യവും ഈ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ തന്നെയാണ്. 2 ദിവസത്തിനിടെ 150 വിമാന സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയത്. മൊത്തത്തിൽ ഏതാണ്ട് 1000-ഓളം വിമാന സർവീസുകൾ വൈകുകയോ അല്ലെങ്കിൽ മുടങ്ങുകയോ ഒക്കെ തന്നെ ചെയ്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഈ ഭൂരിഭാഗം വിമാനങ്ങളും വൈകി യാത്ര പുറപ്പെടുന്നതും വൈകി എത്തുന്നതുമൊക്കെ തന്നെ യാത്രക്കാർക്കുണ്ടാകുന്ന ദുരിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം വ്യക്തമല്ല. കാരണം ഈ വിമാന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലാടിസ്ഥാനത്തിൽ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അവർ അതിനു വേണ്ടുന്ന മുൻകരുതലെടുത്തില്ല എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ യാത്രക്കാരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. കാരണം ഈ വിമാനത്തിൽ യാത്ര ചെയ്ത് അടിയന്തരമായി ഓരോ സ്ഥലങ്ങളിൽ എത്തേണ്ട വ്യവസായികൾ കാണും, ഉദ്യോഗസ്ഥന്മാർ കാണും, അതുപോലെ രോഗികൾ കാണും. ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഓരോ വിമാനത്താവളങ്ങളിലും മണിക്കൂറോളം കുടുങ്ങിക്കിടക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്.
പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സംഭവിക്കുന്നത് പോലെ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിന് ഉടനെ തന്നെ കോടതിയെ സമീപിക്കുന്ന രീതിയൊന്നും ഇന്ത്യയിലില്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് ചില യാത്രക്കാർ ഈയിടെ സംശയം പ്രകടിപ്പിച്ചു. ഏതെങ്കിലും ഒരു വിമാനം അതിൻ്റെ സർവീസ് ആരംഭിക്കുമ്പോഴൊക്കെ തന്നെ ഒരുപാട് ആളുകളുടെ ഏകോപനവും മറ്റൊരുപാട് സാങ്കേതികമായ കാര്യങ്ങളുമൊക്കെ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ മതിയായ സാങ്കേതിക സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ജീവനക്കാരോ മറ്റൊന്നും ഇല്ലാതെ ഒരു വിമാന കമ്പനിക്കും കൃത്യതയോടുകൂടി വിമാന സർവീസ് നടത്താൻ കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയിൽ ഈ യാത്രക്കാർ വഴിയിൽ പെട്ടുപോയ സംഭവം. എന്നാൽ ഇൻഡിഗോ പറയുന്നത് പ്രതികൂല കാലാവസ്ഥ, ജീവനക്കാരുടെ അഭാവം, അതല്ലെങ്കിൽ പുതുക്കിയ ഷെഡ്യൂളുകൾ, ഇതൊക്കെ തങ്ങളുടെ ഈ പ്രശ്നത്തിന് കാരണമായി എന്നാണ് അവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവരുടെ അന്വേഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന്. ഏതായാലും ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് യാത്രക്കാർ ഏറ്റവും അധികം ദുരിതം അനുഭവിച്ചത്.